എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമ്മളൊരു കൊഞ്ചിൻ്റെ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൊഞ്ച് ഡ്രൈ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊഞ്ച് ഉപ്പ് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് അര മണിക്കൂർ തിരുമ്മി മാറ്റി വെച്ചു. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എണ്ണ ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 2-3 പീസ് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്പം കൂടി നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്താൽ ബാക്കിയുള്ള പ്രോസസ്സും കൂടി നമുക്ക് ഈ ഒരു കൊഞ്ചിൻ്റെ ഫ്ലേവറോട് കൂടി ആ എണ്ണയിൽ തന്നെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എണ്ണ എടുത്തത് കേട്ടോ. പിന്നെ ഈ കൊഞ്ച് നമ്മൾ കറി വയ്ക്കുന്ന ടൈമിലാണെങ്കിലും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ ഒരുപാട് ഹാർഡായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം അപ്പോൾ അത് റബ്ബറിൻ്റെ ഒരു ഫീല് വരും. അത് നമുക്ക് ഒത്തിരി കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുമാണ്. പക്ഷേ അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല. ടേസ്റ്റ് ബേസ് ഒട്ടും നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ നല്ല ഗംഭീരമായിട്ട് കുക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. വിറകടുപ്പിൽ നല്ല പുറത്താണ് നമ്മളെ പാചകം. നല്ല ഗംഭീര മഴയുണ്ട്. ഇതേ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഓരോ തേങ്ങാ പീസിന് പോലും ആ കൊഞ്ച് കഴിക്കുന്ന അതേ ഫീലാണ് കേട്ടോ. ആ ഒരു ഫ്ലേവർ മൊത്തം ഈ ഒരു തേങ്ങാ പീസിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫ്രൈ ആയി വന്നിട്ടുള്ള നമ്മളുടെ തേങ്ങാപ്പീസും കൊഞ്ചും വേറൊരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടൊന്നെടുത്ത് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു എണ്ണയുണ്ടല്ലോ, നമ്മളിത് ഫ്രൈ ചെയ്ത എണ്ണ, ആ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള പാചകം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ എണ്ണയിലുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിക്കോളൂ. നമുക്ക് പാകത്തിന് എണ്ണയുള്ളൂ. അപ്പോൾ അതേ ചട്ടിയിലേക്ക് ഒരു 1.5 പീസ് സവാള നീളത്തിൽ കട്ട് ചെയ്തതും ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട, ഈ ഒരു എണ്ണയിൽ തന്നെ മതി. അപ്പോൾ ആ സവോളയ്ക്കൊക്കെ ഈവനായിട്ട് ഈ ഒരു കൊഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ പച്ചമുളക്, കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ എരിവ് ചേർത്തതാണെങ്കിൽ കൂടി ഈ ഒരു ടൈമിൽ 2 പച്ചമുളക് നിർബന്ധമാണ്. അത് ഒഴിവാക്കരുത്. ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറും ഇത് നമ്മളുടെ ഈ ഒരു കൊഞ്ചിൻ്റെ റെസിപ്പിക്ക് പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് കേട്ടോ. അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. പിന്നെ ഒരു തക്കാളി, നിങ്ങൾ വലുതാണ് ചേർക്കുന്നതെങ്കിൽ അര ഭാഗം മതി. എനിക്ക് ചെറുതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തക്കാളിയും നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുക്കായിട്ട് ഈ ഒരു മസാലയോട് ചേർന്ന് വരുന്ന ആ ഒരു ടൈം നന്നായിട്ട് ഈവനായിട്ട് ഈ മസാല നന്നായി വെന്ത് കഴിയുമ്പോഴത്തേക്കൊന്ന് വരണ്ട് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് വറുത്ത് വെച്ച കൊഞ്ച് ചേർക്കുന്നത് കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം. നല്ല അത്രയും രുചികരമായ റെസിപ്പിയാണ്. കൊഞ്ചിനാണെങ്കിൽ അധികം വേവില്ല. ഇത് വഴറ്റാനും അധികം സമയം വേണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി, കൊഞ്ചുള്ള സമയമാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അധികം സാധനങ്ങളും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. അതേപ്പത്തേക്ക് നമ്മളുടെ ഈ ഒരു മസാലക്കൂട്ട് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, കൊഞ്ച് ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാല റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഈ കൊഞ്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതേ മസാല റെഡിയായി കഴിഞ്ഞു. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും കൊഞ്ച് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡിയായി. വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കമൻറ്റ് രൂപത്തിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മാത്രമായിരിക്കും ഇതുപോലത്തെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുള്ളൂ. അതൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഗംഭീരമായിട്ടുള്ള കൊഞ്ച് ഡ്രൈ ഫ്രൈ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നമ്മൾ അഭിപ്രായം അറിയിക്കുക. ഈ ഒരു സവോളയ്ക്കും ആ ഒരു തക്കാളിക്കും പിന്നെ തേങ്ങാക്കൊത്തിനൊക്കെ ആ കൊഞ്ച് കഴിക്കുന്ന അതേ ഫീലാട്ടോ. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനായിട്ട് മറന്നുപോലെ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ ഞങ്ങളുടെ ചാനലിൽ ഇൻക്ലൂഡാണ്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഓരോന്നിൻ്റെയും പ്രത്യേകമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഒന്ന് കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. അടുത്ത ഒരുപാട് നല്ല റെസിപ്പികളും നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.